നീയാ കുയിലുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. പറഞ്ഞിട്ടല്ലോ ദോ ലാഭം പറഞ്ഞു ഞാൻ പോണം. ഞാൻ കണ്ടൊന്നുമില്ല കുയിലുമായിട്ട് സംസാരിക്കണ. എടാ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ പോയി ഒറ്റ പറക്കില്ല അങ്ങ് പോയി. പാളിയ ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല. എടാ നിനക്ക് കുയിലുകളെ കുറിച്ചിട്ട് എന്തോന്ന് അറിയാം? കുയിലിനെ പറ്റി എന്തോന്ന് ഇപ്പൊ അറിയാതിരിക്കണം. കുയില് ഏത് ഫാമിലിയിൽ പെടണമെന്ന് അറിയാമോ? ചുമ്മാ കളിയാ കുയിലിന് ഫാമിലിയെ. കുക്കു ഫാമിലിയിൽ പെട്ടാണ് കുയില്, അറിയോ? അല്ല ഫാമിലിയെ കൊണ്ടായിട്ട് കണ്ടവന്റെ കൂട്ടുകാരെ കൊണ്ട് മുട്ടയൊക്കെ നിക്ഷേപിക്കണത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. അളിയ കുയിലിന്റെ കാക്കയുടെയും കാര്യമൊക്കെ നോക്കാം, അളിയന്റെ കാര്യം കൂടെ നോക്കളിയാ. ഏതളിയൻ്റെ? അളിയന്റെ അളിയ ഞാൻ എന്റെ എന്തോ കാര്യം നോക്ക്. അത് എനിക്ക് ഞാൻ കുറെ ശ്രമിച്ചളിയ തിരിച്ച് കയറാനായിട്ട് ഹിമാലയ പറയട്ടെ. അപ്പോഴേ നമ്മളെ നേതാവില്ലേ മാത്യു ചേട്ടൻ, മാത്യു ചേട്ടന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ കാര്യങ്ങൾ നടന്നേനെ, രാഷ്ട്രീയമായിട്ട് ഇടപെട്ടെങ്കിലേ. പോയി പറ നടത്ത്. അളിയെ പുള്ളിയെ ഒരു നേതാവല്ലേ, അങ്ങനെ വെറുതെ ചെന്ന് കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു 15,000 രൂപ കൊടുക്കണ്ടേ? അവിടെ ജോലിയുടെ കാര്യമല്ലേ, 10,000 രൂപ 15,000 രൂപ കൊടുത്തും കയറണം. കൊടുക്കണം അല്ലേ? പിന്നെ അളിയും കൂടെ ഒന്ന് സഹായിക്കണ്ടേ, എനിക്ക് കുറച്ച് കുറവുണ്ട്. ഒരു കാര്യം ചെയ്, നീ നിനക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റണമെങ്കിൽ നീ ചെയ്, ഞാൻ ബാക്കി തരാം. തന്നെ ഞാനാണെങ്കിൽ ഒരു 9,500 അളിയും തന്നത് ബാക്കി എൻ്റെ ഉണ്ട്. 9,500 ഞാൻ എണ്ണം, 500 രൂപ നീ ഇടും. ഇതാണോ കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞു? അങ്ങനെയല്ല, കുറച്ചെൻ്റെ ഉണ്ട്, കുറവാണെന്ന് പറയായിരുന്നു. എന്താ ബോധം ചോദിക്കുന്നത്? എൻ്റെ ഒരു 10,000 രൂപ വേണമായിരുന്നു. 10,000 രൂപ. ഇവിടെ ഇയാൾക്ക് നാണമില്ലട ഇങ്ങനെ പൈസ ഇടുന്നേരക്കായി. അത് ഇത് മൂത്തൊരാളടുത്ത് മൂത്ത് അളീൻ്റെ അടുത്ത് കഷ്ടം തന്നെ ഇടുന്നത് മാറി. എന്താണ് എന്തൊരു കഷ്ടം നോക്ക്, പൈസ ഇടുന്നു രാവിലെ ഇറക്കുന്നത്. 150 150? ഞാൻ ഇല്ലേ ചാച്ചൻ്റെ ഇടയിൽ നിന്ന് അരിയുണ്ട മേടിച്ചിരുന്നു. 150 രൂപയ്ക്ക് നീ അരി ഉണ്ട മേടിച്ചിരുന്നാടാ? അയ്യോ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ അരണേഷ് കൂടെ കഴിഞ്ഞ മാസമേ ഞങ്ങളോട് കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ അങ്ങനെ തിന്ന് 150 രൂപയായി. രണ്ടുപേരും കൂടെ ചേർന്ന് അങ്ങ് കൊടുത്താൽ മതി. അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയാകത്തില്ല. ചാച്ച ഉടുപ്പൂരി റോഡിൽ കൂടെ നടത്തിക്കുമെന്ന് പറഞ്ഞു. നീ ഉടുപ്പൂരി നടക്കണം. അല്ലെ അങ്ങനെ പറ്റത്തില്ല, പുള്ളിക്കാരെ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഉണ്ടാക്കട്ടെ, 5ന്റെ പൈസ വിട്ടിരുന്നില്ല. ചേട്ടാ ഒരു 150 രൂപ വെച്ചോളൂ. 10,000 ഞാൻ ചോദിച്ചുള്ളൂ, 150 രൂപ 1,5 ചോദിച്ചോളൂ. ഒന്ന് പറയലേ, 150 രൂപ നീ കുറച്ച് മുന്നേ ഇങ്ങോട്ട് മാറ്റി ഇറച്ചി എന്തോന്ന് പറഞ്ഞിട്ടായിരുന്നു? അല്ല അത് ആ ഒരു ഇത് പറഞ്ഞല്ലേ, മനുഷ്യനായ നാണം വേണം, നാണം കേട്ടാ. അളിയ എന്താ ചോദിക്കണ അളിയ, പൈസ കൊടുക്കേ 150 രൂപ. ഒരു 150 രൂപ കേട്ടാ, ഒരു 150 രൂപ. എടാ എല്ല് മുറിയെ പണിയെടുത്താ പല്ല് മുറിയെ തിന്നാ എന്നുവെച്ചാ ഞാൻ പറഞ്ഞുതരാം. നല്ല പോയി ജോലി ചെയ്താലേ പല്ല് മുറിയണവരെ എല്ലുണ്ട തിന്നായിരുന്നെന്ന്. ഓ പഴഞ്ചൊല്ല് പറഞ്ഞ് കളിയാക്കിയതാണല്ലേ. വേണ്ട, പൈസ ഞാൻ വേറെ ഒപ്പിച്ചോളാം. 150 രൂപയല്ലേ എന്ന് പോടേ ഒന്ന്. ഇവിടെ കാനക്കാര്യത്തിനിടയിലാണ് നിന്റെ അരിയിലെ ഉണ്ടയും നിന്റെയും പോടാ അവിടെ. എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു രക്ഷയില്ല, ഞാൻ ഒരു രക്ഷയില്ല. എടാ എനിക്ക് വീട്ടിൽ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലെന്ന്. ഓ ഒറ്റയ്ക്ക് മീൻ പിടിക്കാൻ പോകാനുള്ള പരിപാടിയാണല്ലേ? ആ ചെല്ല്, ഇയാളെ മീൻ പിടി. എടാ ചാച്ചന്റെ പൈസ ഞാൻ അങ്ങനെ ഒപ്പിച്ചു കൊടുത്തോളാം. ഓ ശരി. എന്ത് പറ്റാ? ഒന്നും പറ്റിയിട്ടില്ല. അല്ല മൊത്തം ടെൻഷൻ അടിച്ചാണ് പേടിച്ചിട്ട്. പേടി എന്തോ അത് മുഖമല്ലേ, അപ്പൊ ടെൻഷൻ ആയ പേടിയൊക്കെ വരും. അതെ അല്ലേ? എന്ത് പറ്റിയെന്ന് പറ. 150 രൂപ തരൂ. 150 രൂപ തരുമെന്ന്. അതിന് ചുറ്റപ്പോ സാധാരണ ചെയ്യുന്ന ചെയ്താ പോരെ? എന്ത് സാധാരണ? ഇവിടെ ഉള്ളടുത്ത് ചോദിക്കുക പൈസ. എടി നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് അച്ഛൻ തരത്തില്ലെന്ന് പറഞ്ഞു. ശിവമാമൻ ചോദിച്ചില്ലേ? നീ പോടാ ഇറക്കാന്ന് പറഞ്ഞു. ശിവമാമൻ അപ്പൊ എന്റെ അടുത്ത് മക്കളെ 150 ഇങ്ങോട്ട് താന്ന് പറയുന്നു. അപ്പൊ ചിറ്റപ്പ മൊത്തത്തിൽ ചിറ്റപ്പ ചിറ്റപ്പന് ഞാൻ തരാം 150 രൂപ. എവിടുന്ന്? അയ്യോ ഞാൻ ഇപ്പത്തെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ പഠിച്ച് ഞാൻ കുറെ വലുതായി കഴിഞ്ഞിട്ടില്ല, നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാ ചിറ്റപ്പ 150 അല്ല 1000 രൂപ. നീ പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് 150 എനിക്ക് തരും. ഇറങ്ങി പൊടി. പഠിച്ച ജോലി വാങ്ങത്തില്ലേ? പഠിച്ച് ജോലിയൊക്കെ വാങ്ങുമ്പോഴല്ലേ. അത് ഇപ്പൊ പറയുന്നത് എന്തിനാണ്? അത് അപ്പൊ ചെയ്താ പോരെ? അല്ല അപ്പൊ ചെയ്യാന്ന് പറഞ്ഞ ചെയ്യണ്ട. ഇപ്പൊ തളരല്ലേ? ഞാൻ പറഞ്ഞിരുന്നോ എന്റെ ഉള്ളിന്റെ മനസ്സ് പറയുന്നത് ചിറ്റപ്പ എങ്ങനെയെങ്കിലും ചിറ്റപ്പന് ആ പൈസ കിട്ടി. ഉള്ളിന്റെ ഉള്ളിൽ മനസ്സല്ലേ പറഞ്ഞത്, നീ പറഞ്ഞില്ലല്ലോ. എന്നാ ഞാനും പറഞ്ഞു ചിറ്റപ്പൻ എങ്ങനെയെങ്കിലും ആ പൈസ കിട്ടും. ഉറപ്പ് കിട്ടും. കിട്ടും. ചേച്ചി പറഞ്ഞോ ചേച്ചി. ശരിക്കും
അല്ല ചേച്ചി ആ നമ്പർ ഒന്ന് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരുമോ? ആ ഞാൻ മറ്റേ നോക്കാം. ആ ശരി ശരി ശരി. ആ എന്തുവാ ചിറ്റപ്പ എന്തുവാ ചിറ്റപ്പ പ്രശ്നം എന്താ? എന്ത് പറ്റി ലോട്ടറി? അടിച്ചടാ ആരടിച്ച്? എനിക്ക് അടിച്ച്. എടാ 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെനിക്ക്. അടിച്ചടിച്ച് ശരിക്കും മാറി. ഞാൻ ചെക്ക് മരുന്ന് പോയിട്ട് മാറി മാറി അടിച്ച ഉറപ്പന്നെ. അടിച്ചടാ. അടിച്ച് അയ്യോ, 1 ലക്ഷം രൂപ.